നമസ്കാരം. ഇസ്രായേൽ ഗസ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇസ്രായേലിലെ ബങ്കറുകളില് പാട്ട്, ഡാൻസ്, നൃത്തം ഇതൊക്കെയാണ് നടന്നിരുന്നത്. അതായത് തങ്ങളുടെ ശത്രുരാജ്യമാണ് അല്ലെങ്കിൽ ശത്രു പ്രദേശമാണ് ഗസ എന്നും അവിടെ മരിച്ചു വീഴുന്നവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്നും അവരുടെ ദുരിതങ്ങൾ തങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതാണ് എന്നും ഇസ്രായേലിലെ ഒരു പറ്റം ജനങ്ങൾ അവർ ആഘോഷിച്ചു, അർമാദിച്ചു. അങ്ങോട്ട് വരുന്ന മിസൈലുകൾ, സൈറനുകൾ മുഴങ്ങുമ്പോൾ അവർ നേരെ ഭൂമിക്കടിയിലേക്ക് പോയി അവിടെ ആഘോഷിച്ചു, അർമാദിച്ചു. ടി വി ഉണ്ട്, AC ഉണ്ട്, ചിലയിടങ്ങളിൽ കളിസ്ഥലങ്ങൾ പോലുമുണ്ട്. അതായത് അത്രത്തോളം വിശാലമായ ഭൂഗർഭ ജീവിത സൗകര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ ബങ്കറുകൾ അത്രത്തോളം സുരക്ഷിതമാണ് എന്നവർ വിശ്വസിക്കുന്ന അത്രത്തോളം പ്രവിശാലമാണ്, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ബങ്കറുകൾ. ഇപ്പോ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ശേഷവും ഇറാനിൽ സംഭവിക്കുന്ന തകർച്ച, അവിടെ നഷ്ടപ്പെടുന്ന ജീവനുകൾ, അവർക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ അങ്ങോട്ട് വരുത്തുകയാണ്. മിസൈലുകളും ബോംബുകളും ഭക്ഷിച്ച് അവിടെ താറുമാറാക്കുന്ന ജീവിതങ്ങൾ. ഇപ്പോ അടുത്ത് ബോംബ് വീണ് മരിച്ച ഇസ്രായേൽ വിട്ട ബോംബ് വീണ് മരിച്ചിട്ടുള്ള കുരുന്നുകൾ, 200-ൽ പരം കുരുന്നുകൾ, ആ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന കണ്ട് ആഘോഷിച്ച ഇസ്രായേൽ സമൂഹം ബങ്കറുകൾ അവർ ആഘോഷിക്കുകയായിരുന്നു. അവരുടെ ശത്രുവാണ് ഇറാൻ എന്ന് സ്ഥാപിച്ചുകൊണ്ട്. യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ഇസ്രായേൽ ജനതയോട് ഇറാൻ ചെയ്തിട്ടില്ല. ഇറാനെ അങ്ങോട്ട് ചെന്ന് അടിച്ചതാണ്. അങ്ങോട്ട് ചെന്ന് അടിച്ചിട്ട് ആ അടിയിൽ അവർ തകർന്നു വീഴുന്നത് കണ്ട്, അവരുടെ നേതാവ് മരണപ്പെടുന്നത് കണ്ട്, കൊല്ലപ്പെടുന്നത് കണ്ട്, അവിടെ മരിച്ചു വീഴുന്ന കുരുന്നുകളെ കണ്ട്, അവിടെ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം നശിക്കുന്നത് കണ്ട് ആഘോഷിച്ച് ബങ്കറിൽ അർമാദിച്ച് കഴിഞ്ഞവർ ഇന്ന് ആദിയുടെ അങ്കലാപ്പിനെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഭീതിയുടെ നിഴലിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ടുള്ള ഒരു തിരിച്ചറിവാണ്. ഇറാനിലെ തകരുന്ന കെട്ടിടങ്ങളും അവിടെ പിടയുന്ന ജീവനുകളും അത് കണ്ട് അർമാദിച്ച അവർക്ക് ഇന്ന് സ്വന്തം നാട്ടിൽ തകരുന്ന കെട്ടിടങ്ങളും പിടയുന്ന ജീവനുകളും നിത്യക്കാഴ്ചയാകുമ്പോൾ അത് കണ്ട് അർമാദിക്കാനോ ബങ്കറുകളിൽ ഡാൻസ് ചെയ്യാനോ പാട്ട് വെക്കാനോ അവർക്ക് ആഘോഷിക്കാനോ കഴിയുന്നില്ല എന്നത് പ്രകൃതി തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ അവർക്കൊരുക്കിയ ഒരു നേർക്കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നേരത്തെ ഇസ്രായേൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു മിസൈൽ എവിടെ നിന്നായാലും ഇസ്രായേലിനെ തേടി വന്നു കഴിഞ്ഞാൽ ആ മിസൈൽ ഇവിടെ എത്തി ആ താഴെ വീണ് പൊട്ടുന്നതിന് മുമ്പ് ഈസിയായി അവിടെയുള്ളവർക്ക് ബങ്കറുകളിലേക്ക് എത്താനുള്ള സമയമുണ്ടായിരുന്നു. അതായത് ആവശ്യത്തിന് സമയമെടുത്ത് ബങ്കറുകൾ സുരക്ഷിതമായതിനു ശേഷം മാത്രമേ അത്തരത്തിൽ മിസൈലുകൾ വന്നാൽ അത് അൻഡോമുകൾ തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് പൊട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ കഥ മാറി. ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ എത്തുന്നതിന് മുമ്പ് അവർക്ക് മാറാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വീണ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഇറാൻ ചെയ്തിട്ടുള്ള ബുദ്ധിപൂർവമായ നീക്കം. ഇറാൻ പറഞ്ഞതാണ്, ഞങ്ങളെ തുടരുത്, ഞങ്ങളെ ആവശ്യമില്ലാതെ ചൊറിയരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തരുത്, ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല, നിങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞതാണ്. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇറാൻ ആദ്യം ചെയ്തത് ഇവരുടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ ഇസ്രായേൽ ഗസ ആക്രമിച്ചുകൊണ്ടിരുന്ന കാലത്തും ആ സമയത്തും ഇറാനെ ചൊറിഞ്ഞ സമയത്ത് ഇറാൻ ചെയ്തതാണ്. അയൺ ഡോമുകളെ അന്ന് നിലംപരിശാക്കിയിരുന്നു. ഇന്ന് ഈ സമയത്ത് പുറത്തു വരുന്ന വാർത്തകൾ ഇറാൻ തന്നെ പറയുന്നത് അവരുടെ ആധുനിക മിസൈൽ സംവിധാനങ്ങളോ യുദ്ധോപകരണങ്ങളോ ഇതുവരെ തങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്നും തങ്ങളുടെ പഴയ സ്റ്റോക്കുകൾ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന പഴയ സ്റ്റോക്കുകളുണ്ട്, അതെടുത്ത് പ്രയോഗിക്കുകയാണ് എന്നാണ്. അത്തരം പഴയ സ്റ്റോക്കുകൾ പ്രയോഗിച്ച് ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ, ആ സംവിധാനം തീർന്നു, അയൺ ഡോമുകൾ തീർന്നു, അവരുടെ റഡാർ സംവിധാനങ്ങളൊക്കെ തകർത്തു. ഇതെല്ലാം തകർത്ത ശേഷമാണ് കൂടുതൽ ശക്തിയുള്ള മിസൈലുകൾ വന്നു വീഴുന്നത്, ക്ലസ്റ്റർ ബോംബുകളുമായി മിസൈലുകൾ വന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ മിസൈലുകൾ വരുന്ന സമയത്ത് മുഴങ്ങുമായിരുന്ന സൈറൺ ഇല്ല. ഇങ്ങനെ സൈറൺ മുഴങ്ങി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായി അടുത്തുള്ള ബങ്കറിലേക്ക് എത്താനുള്ള ആപ്ലിക്കേഷനുകൾ മറ്റും ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ തിരിയാനുള്ള സമയം പോലും ലഭിക്കുന്നില്ല. അതിനു മുമ്പ് മിസൈൽ വീണ് പൊട്ടാണ്. അതായത് അവരുടെ സംവിധാനങ്ങൾക്ക്, പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, യഥാസമയം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി അമ്പയെ ക്ഷയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ യഥാസമയം അവർക്ക് തന്നെ പ്രതിരോധിക്കാൻ കഴിയും. ഈ മിസൈലുകളെ നിലംതൊടാൻ സമ്മതിക്കില്ല. പഴയ ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് മിസൈൽ വന്നാലും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ ഭസ്മമാക്കി കളയാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇല്ലാതായിരിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇറാനിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു മിസൈൽ, വളരെ ശക്തിയുള്ള ഒരു മിസൈൽ, ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് 2 രാജ്യങ്ങളിലായി 2 അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ആ 2 പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കണം. അതും കടന്ന് പിന്നെ ഇസ്രായേൽ എത്തിക്കഴിയുമ്പോൾ ഇസ്രായേലിൽ ധാരാളം പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതിനെ എല്ലാം മറികടന്നിട്ട് വേണം ഇസ്രായേലിൽ പതിക്കാൻ. ഇറാന് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ എത്രത്തോളം സൈനികമായി വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശക്തി
എത്രയാണ് എന്ന് ഇസ്രായേലാണ് ചിന്തിക്കേണ്ടത്. അതായത് അവരുടെ സൈനിക ശക്തി, അവരുടെ പവർ അത് വിലകുറച്ച് കണ്ടതുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇറാൻ ഇത് നേരത്തെ പറഞ്ഞതാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കളികൾ, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്, നിങ്ങളായിട്ടത് തുടങ്ങരുത്, നിങ്ങളത് തുടങ്ങി വെച്ചാൽ പിന്നെ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, ഞങ്ങൾ അവസാനിപ്പിക്കേണ്ട ഒരു ഗതി വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് ഇറാൻ അന്നേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് വകവയ്ക്കാതെ തന്നെയാണ് ആ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ള നേതാവിനെ തന്നെ, അവരുടെ ആത്മീയ നേതാവിനെ തന്നെ അവർ ആദ്യം തന്നെ വധിച്ചു കളഞ്ഞത്. ഇസ്രായേലിലെ വാർത്തകൾ അധികം അങ്ങനെ പുറത്തു വരുന്നില്ല. എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും, എത്ര തന്നെ ആളപായം ഉണ്ടായാലും, എത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും അതൊന്നും പുറത്തു വരാതിരിക്കാൻ സോഷ്യൽ മീഡിയ അടക്കം അവർ നിയന്ത്രിക്കുന്നുണ്ട്. എന്നാലും ചൈനീസ് ഉപഗ്രഹങ്ങളെടുത്തുള്ള ചില ചിത്രങ്ങൾ, അതുപോലെ രഹസ്യമായി പുറത്തു വരുന്ന ചില ചിത്രങ്ങൾ, ചില വാർത്തകൾ, പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഫ്ലൈറ്റിൽ അനുമതി കിട്ടി പുറത്തു പോകുന്നവർ പറയുന്ന വാർത്തകൾ, ഇതെല്ലാം വെച്ച് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് വിദേശ മാധ്യമങ്ങളും ഇസ്രായേലിലെ തന്നെ പത്രങ്ങളും ഒക്കെ വാർത്തകൾ എഴുതി തുടങ്ങിയിരിക്കുന്നു. അതനുസരിച്ച് ഇപ്പൊ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേലിലെ ഒരു പ്രധാന പവർ പ്ലാന്റ്, വൈദ്യുത നിലയം തകർത്തിരിക്കുന്നു, അതിന്റെ ഉൽപാദനം നിലച്ചിരിക്കുന്നു, ഇറാൻ മിസൈൽ അയച്ച് അതിനെ തകർത്തിരിക്കുന്നു എന്നാണ്. എന്താണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ ആണവ നിലയങ്ങൾ തകർത്തു, അതുപോലെ അവരുടെ എണ്ണപ്പാടങ്ങൾ തകർത്തു, അവരുടെ കെട്ടിടങ്ങൾ തകർത്തു, അവരുടെ ഭരണ സംവിധാനം തകർത്തു, എല്ലാം തകർത്തു എന്നാണ്. ശരി തന്നെയാണ്. ഇറാനിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ വലിയ സമുച്ചയങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ, ആയിരക്കണക്കിന് പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒരു സംശയമുണ്ട കാര്യത്തിൽ വലിയ നാശനഷ്ടം. അതായത് ഒരു രാജ്യവും സമീപകാലത്ത് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധമുള്ള വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. ആളപായമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എങ്കിലും അവർ അതിനെയൊക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു സ്ഥലത്ത് ബോംബ് വീഴുമ്പോൾ തൊട്ടപ്പുറത്ത് അവിടെയുള്ള പച്ചക്കറിയും സാധനങ്ങളെല്ലാം തൊട്ടപ്പുറത്തേക്ക് മാറി കുറച്ച് വൃത്തിയുള്ള ഭാഗത്തേക്ക് ഇരുന്ന് കച്ചവടം ചെയ്യുന്നു. അവരിത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞത്. മാത്രമല്ല പ്രവിശാലമായ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവർക്ക് എളുപ്പത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയും. അതുപോലെയല്ല ഇസ്രായേൽ. ആകെ ചക്കക്കുരു പോലെ ഒരു ലേശം ഒരു സ്ഥലം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തകർന്നു പോയാൽ തന്നെ അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് കാലങ്ങൾ എടുക്കും. വൈദ്യുത പ്ലാന്റ് തകർന്നതോടുകൂടി ബങ്കറുകളുടെ ആട്ടവും പാട്ടും എല്ലാം നിലച്ചു എന്നാണ് പറയുന്നത്. കാരണം വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വന്നു. ഇപ്പോ ആഘോഷങ്ങൾ നിലച്ചു. എങ്ങും ഒരു ഭീതി മാത്രമാണ്. എന്തോ അരുതാത്തതെന്തോ നമുക്കും വരാൻ പോകുന്നു. മറ്റുള്ളവരുടെ മുകളിൽ വീഴുന്ന അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും കണ്ട് സന്തോഷിച്ച് തങ്ങളുടെ മേൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തം വന്നു വീഴുന്നു എന്ന് ഉള്ള ഒരു തിരിച്ചറിവിൽ നിന്നുള്ള ഒരു അങ്കലാപ്പാണ് ഇന്ന് ബങ്കറിലുള്ള ഓരോ മനുഷ്യന്റെയും മുഖത്ത്. അപ്പോഴും ഇറാൻ പറയുന്നത് ഇതുവരെ ഞങ്ങളെ പുതിയ സ്റ്റോക്ക് ഞങ്ങൾ തൊട്ടിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പഴയ സ്റ്റോക്കാണ് എന്ന്. പേടിക്കാൻ ഇതിലും വലുത് വല്ലതും വേണോ? അതുകൊണ്ടാണ് താൽക്കാലികമായിട്ടെങ്കിലും തുറന്നിട്ടുള്ള എയർപോർട്ട്, അവിടെ നിന്നുള്ള യാത്രകളിൽ അനുവദിച്ചിട്ടുള്ള നിശ്ചിത എണ്ണങ്ങളിൽ കിട്ടുന്ന ഫ്ലൈറ്റ് എടുത്തിട്ട് ഇസ്രായേലികൾ നാടുവിടാൻ നോക്കുന്നത്. എയർപോർട്ടിൽ അത് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച എണ്ണം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ ശേഷവും അത്ര എണ്ണം പോകാൻ അനുമതി കൊടുക്കാത്തത് വലിയ തർക്കങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും നാട് വിട്ടാൽ മതി, അതാണ് ഓരോ മനുഷ്യന്റെയും ഇന്നത്തെ ഒരു അവസ്ഥ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാത്തത് ചില വിഷവത്തുക്കളുടെ മനസ്സിലാണ്. ജീവൻ എവിടെയായാലും അത് വലുതാണ്. ഇസ്രായേലിലായാലും ഇറാനിലായാലും ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ഒരേ ഒരു ജന്മം മാത്രമേ എനിക്കും നിങ്ങൾക്കും, ഇറാനിലുള്ളവർക്കും ഇസ്രായേലിലുള്ളവർക്കും എല്ലാം ഉള്ളൂ. ഇനിയൊരു ജന്മം ഇങ്ങോട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ കാലം വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ്, അവന്റെ ആഗ്രഹമാണ്. അതിനെ ഹനിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ശിക്ഷ ആരാണോ അതിനുള്ള മാർഗം ഒഴുക്കുന്നത്, കോപ്പ് കൂട്ടുന്നത്, അവർക്ക് മാത്രമല്ല, ആ രാജ്യത്തെ മറ്റുള്ള പൗരന്മാർ അല്ലെങ്കിൽ മറ്റുള്ള പാവങ്ങൾ അവരുകൂടി അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. Different angles. Don't forget to subscribe and support this channel.